കണ്ണൂരിൽ നിന്നും മഞ്ചേരി വരെ ഒരു 150 കിലോമീറ്റർ ബൈക്കിലുള്ളൊരു യാത്രയാണ് നമ്മൾ ബുള്ളറ്റ് എടുത്തിട്ടാണ് പോകുന്നത്. രാവിലെ ചായ കുടിച്ച് ഇറങ്ങി. കാൽടെക്സ് ജംഗ്ഷനാണിത്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് മാഹി പാലത്തുമ്പോൾ എത്തി. മാഹി പാലം എന്ന് പറഞ്ഞാൽ 22 കിലോമീറ്ററുള്ള NH66 ആദ്യം പണിയുന്ന ഭാഗം. അടിപൊളിയാണ്. ഇവിടെ കാറ് വരി സെറ്റാണ്, അടിപൊളി റോഡാണ്. പക്ഷേ ഇവിടുന്ന് കുറച്ചൊന്ന് പോയാലാണ് ദുരന്തം. നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിക്കണം, കാരണം മാഹിയിൽ പെട്രോളിന് റേറ്റ് കുറവാണല്ലോ. പക്ഷേ റോഡ് സൈഡിൽ നിറച്ച് വണ്ടികളുള്ളതുകൊണ്ട് ഞാൻ മാഹി ടൗണിൽ കയറി. ഇപ്പം മാഹി ടൗണിൽ കയറി മാഹി ബ്രിഡ്ജ് കടന്നിട്ട് നമ്മൾ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ ഉടനെ കുറേ പെട്രോൾ പമ്പുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒന്നിലും അടിക്കാന്നുള്ള പ്ലാനാണ്. അങ്ങനെ ഒരു പമ്പിലെത്തി. ഇവിടെ ആകെ ലിറ്ററിന് 93 രൂപ പെട്രോളിന്, സാധാരണ 106 അപ്പോൾ 13 രൂപ ലിറ്ററിന് വ്യത്യാസമുണ്ട്. ഞാൻ 1000 രൂപക്ക് അടിക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ ഫുൾ ടാങ്ക് ആയപ്പോൾ 737 അടിച്ചപ്പോഴത്തേക്കും ഫുൾ ടാങ്ക് ആയി. അപ്പോൾ 1000 അടിക്കാൻ പറ്റില്ല. നമ്മുടെ ടാങ്കൊക്കെ ഫുള്ള് തുരുമ്പൊടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോന്ന് ഇപ്പോൾ വടകര എത്തി. വടകരയൊക്കെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഫുള്ള് പൊളിച്ചിട്ടിരിക്കുകയാണ്. റോഡ് ഇപ്പോൾ ഒരു കൊല്ലമായിട്ട് ഇതിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കറക്റ്റ് ഉള്ളത് കൊയിലാണ്ടി കേട്ടോ. കൊയിലാണ്ടി എത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ കൂടി പോകാണ്ട്. കൊയിലാണ്ടി വരുമ്പോൾ ഒരു സെറ്റ് സ്പോട്ടാണ് ഈ കൊയിലാണ്ടി പാലം. നൈസല്ലേ? ഇതിൻ്റെ 2 സ്പോട്ടിലും നല്ല വ്യൂ ആണ് കാണാൻ. ഈ ഒരു വെള്ളം വറ്റിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് കായലാന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വറ്റാതിരിക്കുന്നത്. എന്തായാലും അത് നൈസ് വ്യൂ ആണ്. അങ്ങനെ പോകുമ്പോൾ നമ്മൾ താമരശ്ശേരി കഴിഞ്ഞു. താമരശ്ശേരി കഴിഞ്ഞ് ഏകദേശം ഒരു 5 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഒരു കാഴ്ച ഉള്ളത്. ഏതൊരു വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ മുക്കം ടൗണിലെത്തി. ഈ മുക്കത്തും ഒക്കെ എന്ന് വെച്ചാൽ ഈ ഒരു മലയോര പാത വന്നതിൻ്റെ ശേഷം, സ്റ്റേറ്റ് ഹൈവേ വന്നതിൻ്റെ ശേഷം ഇവിടെ റോഡ് അടിപൊളിയാണ്. മാഹി ബൈപ്പാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും മികച്ച റോഡ് ഒരു 70 കിലോമീറ്റർ കിട്ടുക ഈ ഒരു വഴിക്ക് വരുമ്പോഴാണ്. ഇവിടുത്തെ വ്യൂ നൈസ് അല്ലേ? അപ്പോൾ അത് കണ്ടിങ്ങനെ പോയി. ഇപ്പോൾ നമ്മൾ ഏകദേശം അരീക്കോട് എത്താനായി. അരീക്കോട് ടൗൺ എത്തി. ഇപ്പോൾ അരീക്കോട് ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. അരീക്കോട് ടൗണിൻ്റെ മുഖമൊക്കെ പാകം മാറിയിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അങ്ങനെ അരീക്കോട് നിന്ന് ഒരു 20 കിലോമീറ്റർ പോകുന്നത് നമ്മൾ മഞ്ചേരി എത്തി. ഇപ്പോൾ അങ്ങനെ 150 കിലോമീറ്റർ പോകുന്നത് നമ്മുടെ സ്വന്തം മഞ്ചേരിയിലെത്തി. മഞ്ചേരി പിന്നെ പണ്ട് ഇന്നും പൊളിയല്ലേ, അടിപൊളിയാണ്. സാധാരണ ഞാൻ ബസ്സിലും ട്രെയിനിലൊക്കെ പോരല്ലേ. ഇന്നിങ്ങനെ ബൈക്ക് എടുത്ത് പോരാൻ തോന്നി. ബൈക്ക് എടുത്ത് പോരുമ്പോൾ പൊതുവേ ഒരു 6 മണിക്കൂറൊക്കെ ആവാറുണ്ട്. ഇന്ന് രാവിലെ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര സമയമൊന്നും ആയിട്ടില്ല. നമ്മൾ 8:30 പോകുന്നത്. ഇപ്പോൾ കറക്റ്റ് 12:30 ആയത്. വെറും 4 മണിക്കൂർ എടുത്തോളൂ. എന്തായാലും പെട്ടെന്ന് എത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഒരു വീഡിയോ. ഹാപ്പി.